ഹായ്, ഇറ്റ്സ് മീ ഷഫീഖ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സ്കില്ല്. നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ, അതല്ലെങ്കിൽ കോളേജ് കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ആയിട്ട് ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക എന്നുള്ളത് പലരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയമുള്ള കാര്യമായിരുന്നു. അതല്ലെങ്കിൽ ഒരു വഷള്, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് തെറ്റിപ്പോവോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകൾ കൊണ്ട്, സ്റ്റേജ് ഫിയർ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെർഫോം ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരുപാട് കലാപരിപാടികളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ, അല്ലെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കേണ്ട പല ഘട്ടങ്ങളിലും ഉൾവലിഞ്ഞിരുന്നു കൊണ്ട് അങ്ങനെ നമ്മുടെ ഒരുപാട് അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട്. നമ്മൾ ഉയർന്നു പോകേണ്ട പല മേഖലയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിറകോട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ ഒരു മാറ്റം വരുത്താം എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്കില്ലിനെ ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചത്. പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇതൊന്നും സ്കൂൾ കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിലോ ഒന്നും ഇത് പഠിപ്പിക്കുന്നില്ല. ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പോൾ ഈ സ്കില്ല് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഒരു ധൈര്യത്തോടു കൂടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ കാരണമായത് ഞാൻ പഠിച്ച പബ്ലിക് സ്പീക്കിംഗ് ആണ്. ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് എഴുന്നേറ്റ് നിന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടതും പരിശീലിക്കേണ്ടതും ആയിട്ടുള്ള ഒരു വലിയ സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ ഒരുപാട് ഭയങ്ങളിൽ ഒരു ഭയം ഈ പബ്ലിക് സ്പീക്കിംഗ് ആണ്. ആളുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക എന്നത് ഇന്ന് പലർക്കും സാധിക്കാത്ത വലിയൊരു വിഷയമാണ്. ഒരുപക്ഷെ നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള യുവാക്കളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിൽ, നിങ്ങൾക്ക് അടുത്തറിയുന്നവരൊക്കെ. പക്ഷേ പാഠഭാഗം അതല്ലെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു രണ്ട് വാക്ക് ആളുകളുടെ മുമ്പിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന് സാധിക്കാത്ത ഒരുപാട് പേര്, നിങ്ങളെ ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് ഒരു വിലയും മൂല്യവുമുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്. അപ്പോൾ ആളുകളുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയാത്തവരാണോ, നിങ്ങൾ ഈ സ്കില്ലിനെ കൂടുതൽ പഠിക്കുക. ഈ പബ്ലിക് സ്പീക്കിങ്ങിനെ കൂടുതൽ പഠിക്കുകയും പരിശീലിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. ഇത് ജന്മനാൽ ഉള്ളൊരു കഴിവല്ല പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നീന്തൽ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്യും, നീന്തൽ പരിശീലിക്കാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ഡ്രൈവിങ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്യും, വണ്ടി ഓടിച്ച് പഠിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ സ്കില്ല് പഠിക്കുന്നത്. അതുപോലെ നിരന്തരമായിട്ട് നമ്മൾ പരിശീലിക്കുമ്പോൾ നമ്മളിൽ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്. അപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങുമായി ബന്ധപ്പെട്ട് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പബ്ലിക് സ്പീക്കിംഗ് ടിപ്സ്, അതുമായി ബന്ധപ്പെട്ടാണ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോയുമായി എത്തുന്നത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.